കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കേണ്ടത്. The first consequence of partition was the largest unplanned and tragic transfer of human population in the history of mankind എന്നുള്ളതാണ്. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആസൂത്രിതരഹിതമായ മനുഷ്യ കൈമാറ്റമാണ് ഇന്ത്യയിൽ നടന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. In 1947 people began to transfer between India and Pakistan. 1947 ജനങ്ങളെ ഇന്ത്യക്കാരെന്നും പാകിസ്ഥാൻകാരനെന്നും മുദ്രകുത്തി പരസ്പരം കൈമാറ്റുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു. There were large-scale killing and atrocities on both sides of the border. ഇത് വലിയ തോതിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഈ രാജ്യത്തിന്റെ ഇരുപുറങ്ങളിലും ഉണ്ടായിരുന്നു. In the name of religion, people began to attack and brutally kill the people of other religious communities. മതത്തിന്റെ പേരിൽ ഒരു മതത്തിൽപ്പെട്ട മനുഷ്യർ മറ്റൊരു മതത്തിൽപ്പെട്ട ജനങ്ങളെ മനഃപൂർവ്വം കൊല ചെയ്യുന്ന കാഴ്ചകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായി. Indians communal riots took place in the place like Amritsar, Lahore, Kolkata, etc. ഈ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ അരങ്ങേറിയത് അമൃത്സറിലും ലാഹോറിലും കൊൽക്കത്തയിലുമൊക്കെയാണ് വർഗീയ കലാപങ്ങൾ ആളിക്കത്തിയത്. The people who were forced to run away from their native places, living their houses, had to undergo severe hardships. ജനങ്ങൾ തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ വന്നു ചേർന്നു. They were forced to take shelter in refugee camps. അവർക്ക് എന്ത് ചെയ്തു? അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിതം ഒരുക്കേണ്ടതായി വന്നു. Their life in refugee camps become very miserable. അവരുടെ റെഫ്യൂജി ക്യാമ്പിലെ ജീവിതം വളരെ വേദനാജനകമായിരുന്നു. They had to travel to the other side of the border by foot. ഒരു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നടന്നു പോകേണ്ട അവസ്ഥ വന്നു ചേർന്നു. Even during this journey, they were often attacked, killed, raped, etc. ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള യാത്രയിൽ എന്ത് ചെയ്തു? ഈ ആൾക്കാർക്ക് പലതരം യാതനകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കുറെ ആൾക്കാരെ കൊല്ലപ്പെട്ടു, കുറെ ആൾക്കാരെ ആക്രമിച്ചു, കുറെ ആൾക്കാരെ പീഡിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഈ യാത്രയിൽ പേറേണ്ടതായി വന്നു. വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് വേർ ദ വേഴ്സ്റ്റ് വിക്ടിംസ് ഓഫ് ദ പാർട്ടീഷൻ. ഈ വിഭജനത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഇൻ സെവറൽ കേസസ് ഫാമിലി മെമ്പേഴ്സ് themselves kill the women's to protect their family honor. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ത്രീകളെ തന്റെ കുടുംബാംഗങ്ങൾ തന്നെ വധിക്കുകയുണ്ടായി, കുടുംബത്തിന്റെ മാനം കാക്കുന്നതിന് വേണ്ടി. Religious conversion and forced marriage is very common in the time of partition. ഈ വിഭജനത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരെ എന്ത് ചെയ്തു? നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും നിർബന്ധിച്ച് വിവാഹം ചെയ്യുന്നൊക്കെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടേയിരുന്നു. Many children were lost their parents. ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടീഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? തങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നഷ്ടമാകുന്ന അവസ്ഥയൊക്കെ വന്നു ചേർന്നു. അനദർ കോൺസിക്വൻസ് വാസ് ദ റെഫ്യൂജി പ്രോബ്ലം. മറ്റൊരു പ്രശ്നമാണ് റെഫ്യൂജി പ്രോബ്ലം അല്ലെങ്കിൽ അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത്. It is estimated that 80 lakh pupils were migrated during partition. നമ്മൾ കണക്കാക്കുന്നു 80 ലക്ഷത്തോളം ആൾക്കാർ എന്ത് ചെയ്തു? വിഭജനത്തിന്റെ ഭാഗമായി പലായനം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. Partition was not merely the division of assets and liabilities, it is the division of heads and minds എന്നാണ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ എണ്ണം പറഞ്ഞുള്ള വിഭജനം മാത്രമല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളുടെ വിഭജനമാണ് ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി നടന്നത് എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. അടുത്തതാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻറ്റു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആൻഡ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയെ രണ്ടായി വിഭജിച്ചിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസുകൾ എന്നും മറ്റൊന്ന് പ്രിൻസിലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത്. The British Indian provinces were under the direct control of Britain. British Indian province എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നേരിട്ട് നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് എന്ന് പറയുന്നത്. There were as many as 565 princely states also there. ഇതിനു കൂടാതെ 565 ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. These princely states which were governed by the native kings
ആൻഡ് ദേ ആൾസോ അക്സെപ്റ്റഡ് ദ സുപ്രമസി ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട് നാട്ടുരാജാക്കന്മാരാണ് എന്ത് ചെയ്തിരുന്നത് ഇവിടങ്ങളിൽ ഭരണം നടത്തിയിരുന്നത്. ദേ എൻജോയ്ഡ് സം ഫോം ഓഫ് കൺട്രോൾ ഓവർ ദയർ ഇന്ത്യൻ ഓട്ടോണമി. ഈ നാട്ടുരാജ്യങ്ങൾക്ക് അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരം എന്ത് ചെയ്തിരുന്നു ബ്രിട്ടൻ നൽകുകയും ചെയ്തിരുന്നു. ഇത് എങ്ങനെയാണ് പ്രശ്നമായത് എന്നാണ് നമ്മൾ അടുത്തായി നോക്കുന്നത്. ദ പ്രോബ്ലം ഓഫ് ഇന്റഗ്രേഷൻ. Just before independence, the British government announced that British paramountcy over the princely state would come to an end. സ്വാതന്ത്ര്യത്തിന് മുന്നേ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു ബ്രിട്ടന്റെ മേൽക്കോയ്മ, നാട്ടുരാജ്യങ്ങൾക്ക് മുകളിലുള്ള മേൽക്കോയ്മ അവസാനിച്ചു എന്ന് സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്ത് ചെയ്തു ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ദിസ് മീൻ ദാറ്റ് ആൾ പ്രിൻസ്ലി സ്റ്റേറ്റ് വുഡ് ബിക്കം ലീഗലി ഇൻഡിപെൻഡന്റ്. ഇത് എന്തിനു കാരണമായി? എല്ലാ നാട്ടുരാജ്യങ്ങളും നിയമപരമായി സ്വതന്ത്രമാകുന്നതിന് ഇത് കാരണമായി. They were free to join either with India or Pakistan or remain as independent. എന്ത് ചെയ്തു? ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കാനോ പാകിസ്ഥാനോടൊപ്പം നിൽക്കാനോ അതല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അവസരം ഇതിലൂടെ വന്നു ചേരുകയും ചെയ്തു. The ruler of Travancore declared that his state would stand as independent. ആദ്യമായിട്ട് സ്വതന്ത്രമായി നിൽക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു. A similar announcement was made by the Nizam of Hyderabad and Bhopal Nawab. ഇതേ അഭിപ്രായം തന്നെയാണ് ഹൈദരാബാദിലെ നിസാമിനും ഭോപ്പാലിലെ നവാബിനും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഇതേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. The response of the princely states made it clear that India would become divided into several states. ഈ സംഭവം കാണിക്കുന്നത്, നാട്ടുരാജാക്കന്മാരുടെ ഈ പെട്ടെന്നുള്ള തീരുമാനം കാണിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അനേകം രാജ്യങ്ങളായി, ചെറിയ ചെറിയ രാജ്യങ്ങളായി മാറാനുള്ള ഒരു പ്രവണതയാണ് ഇത് കാണിച്ചു തരുന്നത്. ഇതിനോടുള്ള ഗവൺമെന്റിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് അടുത്തായി നോക്കേണ്ടത്. ഗവൺമെന്റ്സ് അപ്രോച്ച്. ഓക്കെ, Sardar Vallabhbhai Patel, the Deputy Prime Minister and the Home Minister of India faced this situation courageously. ഈ പ്രശ്നത്തെ ധൈര്യസമേതം അഭിമുഖീകരിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. സോ ഹി ഈസ് കാൾഡ് ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ വിളിക്കുന്ന. He played a historic role in bringing most of the princely states into the Indian Union. ഈ നാട്ടുരാജ്യങ്ങളെല്ലാവരെയും ഇന്ത്യയിൽ ചേർക്കുന്നതിൽ ചരിത്രപരമായ പങ്കുവഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. In this task, Patel was assisted by V.P. Menon and Lord Mountbatten. ഇതില് സർദാർ പട്ടേലിനെ സഹായിച്ചത് മലയാളിയായ V.P. മേനോനും. ഇതിനുള്ള ഇന്ത്യയുടെ സമീപനം എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് വാണ്ടഡ് ടു ബിക്കം ദ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ. നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളിലധികവും ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഗവൺമെന്റ് വാസ് പ്രിപ്പയർഡ് ടു ഗീവ് സം ഓട്ടോണമി ടു സം റീജിയൻസ്. ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകുന്നതിന് ഇന്ത്യ സജ്ജമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് പാർട്ടീഷൻ ദ ഇന്റഗ്രേഷൻ ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ദ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഓഫ് ദ നേഷൻ ഹാഡ് അസ്യൂം സുപ്രീം ഇമ്പോർട്ടൻസ്. വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറയുന്നത്. Patel and V.P. Menon tried to complete the integration of princely states into Indian Union even before the August 1947. സർദാർ വല്ലഭായ് പട്ടേലും V.P. മേനോനും ചേർന്നിട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഏറെക്കുറെ 1947 മുന്നേ പൂർത്തിയാക്കിയിരുന്നു. For this purpose, they prepare an instrument of accession. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ ലയനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടേലും V.P. മേനോനും മൗണ്ട്ബാറ്റനും കൂടി ചേർത്ത് തയ്യാറാക്കിയ രേഖയുടെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അല്ലെങ്കിൽ ലയന കരാർ എന്നാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് അഗ്രീഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആൻഡ് ജോയിൻ വിത്ത് ഇന്ത്യൻ യൂണിയൻ. അധിക സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിരുന്നു? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ലയന കരാർ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ബട്ട് സം സ്റ്റേറ്റ്സ് ലൈക്ക് ജുനാഗഡ്, മണിപ്പൂർ, ഹൈദരാബാദ്, ജമ്മു കാശ്മീർ ടേക്ക് എ ഡിഫറൻറ്റ് സ്റ്റാൻഡ്. വ്യത്യസ്തമായ സമീപനം കൈവരിച്ചത് ജമ്മു കാശ്മീരും ജുനാഗഡും മണിപ്പൂരും തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഒരു വ്യത്യസ്തമായ നിലപാട് കൈക്കൊണ്ടത്.